44,000 UDF ലീഡ് 44,000 CPM ഉറപ്പിച്ച് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പാലക്കാട് VK ശ്രീകണ്ഠൻ ലീഡ് 44,000 കടക്കുന്നു. ഇടുക്കിയിൽ ഡീൻ 30ലേക്ക് അടുക്കുകയാണ്. 29,170 വോട്ടുകൾക്ക് ഡീൻ കുര്യാക്കോസ് ലീഡുകയാണ്. വ്യക്തമായ മുന്നേറ്റം, തുടക്കം മുതലുള്ള മുന്നേറ്റം. മലപ്പുറത്ത് ET 37 കടന്നിരിക്കുന്നു. 37,693 വോട്ടുകൾക്ക് മുന്നിൽ. ഞങ്ങൾ 300 കടന്നു. പാലക്കാട് UDF ലീഡ് ഉയർത്തിയാണ്. 11,937 വോട്ടുകൾക്കാണ് ശ്രീകണ്ഠൻ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. സാറേ തൃശ്ശൂർ ആരെടുത്തു? വാർത്തയിലേക്ക് പോ. ഇടുക്കിയിലെ സുരേഷ് ഗോപിയെ ഒരു ഘട്ടത്തിലും പിന്തള്ളാൻ കഴിയാതെ വയനാട്ടിൽ 64,057 വോട്ടുകൾക്ക് ലീഡ്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ 222 വോട്ടുകൾക്ക് ലീഡ്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ 222 വോട്ടുകൾക്ക് ലീഡ്. രാഹുൽ ഗാന്ധി വയനാട്ടില് 64,057 വോട്ടുകൾക്ക് ലീഡ്. ഉത്തർപ്രദേശിൽ 40 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുമ്പോൾ 39 സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്യുന്നു. പാലക്കാട് ഒരു കറക്ഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞതല്ല. UDF ലീഡ് 11,937 ആണ്. വെറും 11,937. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് ചെയ്യുന്നു 4,602 വോട്ടുകൾക്ക്. പശ്ചിമ ബംഗാളിൽ വീണ്ടും തൃണമൂൽ കോൺഗ്രസിന്റെ തേരോട്ടം. തൃശ്ശൂരിലെ 10,142 വോട്ടുകൾക്ക് സുരേഷ് ഗോപി മുന്നിൽ നിൽക്കുന്നു. തൃശ്ശൂരിലെ 10,142 വോട്ടുകൾക്ക് സുരേഷ് ഗോപി മുന്നിൽ നിൽക്കുന്നു. ഇടുക്കിയിൽ ഡീൻ തുടർച്ചയായി ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ബീഹാറിൽ 33 സീറ്റും NDAക്ക്. JDU തിരിച്ചു വന്നു. 33 സുരേഷ് ഗോപിയുടെ ലീഡ് 16,018 വോട്ടുകൾ. എടുക്കാൻ പോകുന്നു സുരേഷ് ഗോപി കൺസിസ്റ്റന്റ് ആയി 16,108 വോട്ടുകൾക്ക് മുന്നിലാണ്. പാലക്കാട് UDF ലീഡ് വർദ്ധിപ്പിക്കുന്നു. 13,297 വോട്ടുകൾക്ക് മുന്നിലാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലീഡ് ഉയർത്തുന്നു 16,018 കോയമ്പത്തൂരിൽ പിന്നിൽ നോക്കൂ. KC വേണുഗോപാൽ ആലപ്പുഴയിൽ 10,287. ആലപ്പുഴയിൽ കെട്ടു. KC എടുക്കുക. ആലപ്പുഴ. ഇടുക്കിയിൽ ഡീനിന്റെ ലീഡ് 30,000 കടന്നിരിക്കുന്നു. 30,058. ജോയ്സിനി നോക്കണ്ട, ഡീൻ തന്നെ ഇടുക്കിയിൽ. ആലപ്പുഴയിലെ KC വേണുഗോപാലിന്റെ ലീഡ് 10,687. അടൂർ പ്രകാശ് 626 വോട്ടുകൾക്ക് മുന്നിലാണ്. അടൂർ പ്രകാശാണ് ഇപ്പോൾ ആറ്റിങ്ങലിൽ മുന്നിൽ നിൽക്കുന്നത്. 620. ചാലക്കുടിയിൽ UDF 8,566 വോട്ടുകൾക്ക്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ 65,908 വോട്ടുകൾക്ക് മുന്നിലെത്തി നിൽക്കുന്നു. മലപ്പുറത്ത് ETയുടെ ലീഡ് 40,134 വോട്ടുകളായി ഉയർന്നിരിക്കുന്നു. UPയിലെ സുൽത്താൻപൂരിൽ മധ്യപ്രദേശ് തൂത്തുവാരി BJP അതേ നില നിലനിർത്തുന്നു. ഒറ്റ സീറ്റുമില്ല. ചിന്ദ്വാരയും പോയി. ആലത്തൂരിലെ K രാധാകൃഷ്ണൻ 5,789 ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, UPയിലെ സുൽത്താൻപൂരിൽ മനേകാ ഗാന്ധിക്ക് പണി കിട്ടും. അത് BJP തന്നെ കൊടുക്കുമെന്ന്. ആലത്തൂരിലെ LDFന്റെ ലീഡ് 5,789 വോട്ടുകളാണ്. മലപ്പുറത്ത് ETയുടെ ലീഡ് 40,000 കടന്നിരിക്കുന്നു. എറണാകുളത്ത് 278 NDA കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുന്നു. ഇടുക്കിയിലെ ഡീൻ കുര്യാക്കോസ് ലീഡ് ചെയ്യുന്നു. പൊന്നാനിയിലെ സമദാനി 31,863 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പൊന്നാനിയിലെ സമദാനി 30,000 കടത്തി. സുരേഷ് ഗോപിയുടെ ലീഡ് ഉയരുന്നു 14,551 വോട്ടുകൾക്ക്. സുരേഷ് ഗോപിയുടെ ലീഡ് 14,551 വോട്ടുകൾക്ക്. കോഴിക്കോട് MK രാഘവന്റെ ലീഡ് 515 വോട്ടുകൾക്ക്. MK രാഘവൻ കോഴിക്കോട് മുന്നിലാണ്. രാജ്മോഹൻ ഉണ്ണിത്താനം ലീഡ് ഉയർത്തുകയാണ് കാസർഗോഡ്. നോക്കൂ, MK രാഘവൻ ഏതാണ്ട് 20,000-ഓളം എത്തിയിരിക്കുന്നു. KC 11,000 കടന്നിരിക്കുന്നു. UDF അപ്രമാദിത്വം പുലർത്തുന്നുണ്ട് പല മണ്ഡലങ്ങളിലും എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ ലീഡ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുമ്പോൾ 14,551.
രാജ്മോഹൻ ഉണ്ണിത്താനും ലീഡ് ഉയർത്തിയിരിക്കുന്നു. നികേഷ് കുമാർ അമേഠിയിലെ കിഷോരിലാൽ ശർമ്മയുടെ ലീഡ് 10,000 കടന്നിരിക്കുന്നു. എത്രയായിരുന്നു ബി ജെ പി പറഞ്ഞത്? ബി ജെ പിക്ക് 370 പറഞ്ഞത് 400. ഇപ്പോൾ എൻ ഡി എ കേവല ഭൂരിപക്ഷം 270 എന്ന് പറയുമ്പോൾ എത്ര താഴത്തേക്ക് വന്നു? ഒരു വലിയ വീഴ്ച. റായ്ബറേലിയിലും അമേഠിയിലുള്ള ഫലസൂചനകൾ ഇങ്ങനെയാണ്. രാഹുൽ ഗാന്ധി 18,000 കടന്നിരിക്കുന്നു. റായ്ബറേലിയിലെ അതുപോലെ അമേഠിയിലെ കിഷോരിലാൽ ശർമ്മ 10,000 കുറയുന്നു. 16,000 നിന്ന് 14,000 ലീഡ് കുറഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപി, അതിശക്തമായ പോരാട്ടമാണ്. പക്ഷേ എങ്കിൽ പോലും UDF ബഹുദൂരം മുന്നിലാണ്. 18-1 എന്ന നിലയാണ്. 18 UDF കിട്ടുമ്പോൾ ഒരു സീറ്റ് ഏതാണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഉറപ്പിച്ചിരിക്കുന്നു. അമേഠിയിൽ 10,000 കടന്നിരിക്കുന്നു. സ്മൃതി ഇറാനി പിന്നിൽ. കിഷോരിലാൽ 10,000 ലീഡ് ഉയർത്തിയിരിക്കുന്നു. അമേഠിയിൽ റായ്ബറേലിയിൽ 18,000 കടന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി. കൊടിക്കുന്നിൽ സുരേഷിന്റെ ലീഡ് 1,713 ആയിരിക്കുന്നു. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ലീഡ് 1,713 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ഒരു മണ്ഡലത്തിൽ മാത്രമായി LDFന്റെ ലീഡ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ അതിദയനീയമായ ആ സാഹചര്യത്തിലേക്ക് LDF മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കൊടിക്കുന്നിലിന്റെ ലീഡ് 1,713 ഇടുക്കിയിൽ ഡീന്റെ ലീഡ് പിന്നെയും ഉയരുകയാണ്. 31,994 വോട്ടുകളിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇടുക്കി വീണ്ടും ലീഡ് ചെയ്യുന്നു. 31,999 32ലേക്ക് അടുക്കുകയാണ്. പൊന്നാനിയിൽ ലീഗ് മുന്നേറ്റം നിലനിർത്തുന്നു. 31,000 കടന്നിരിക്കുന്നു സമദാനിയുടെ ലീഡ്. പൊന്നാനിയിലെ മുസ്ലിം ലീഗ് അബ്ദുൽ സമദ് സമദാനി 31,862 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. മാവേലിക്കരയിലെ കൊടിക്കുന്നിൽ സുരേഷ് 1,713 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. പൊന്നാനിയിലെ LDFന്റെ പരീക്ഷണം പരാജയപ്പെടുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ്. ലീഗ് തുടക്കം മുതൽ ലീഡാണ്. 31,862 വോട്ടുകൾക്കാണ് സമദാനി ലീഡ് ചെയ്യുന്നത്. BJP ലീഡ് ചെയ്യുന്നില്ല. പഞ്ചാബിൽ ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യുന്നില്ല. SAD ലീഡ് ചെയ്യുന്നില്ല. 13 സീറ്റുകളിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാസർഗോഡ് 12,231 വോട്ടുകൾക്ക് 12,231 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് ആരാണ്? അവിടെ രാജ്മോഹൻ. കണ്ണൂരിൽ കെ സുധാകരൻ 9,256 വോട്ടുകൾക്ക് സുധാകരൻ ലീഡ് ചെയ്യുന്നു. നോക്കൂ, കാസർഗോഡ് 12,000-ലധികം കടത്തിയിരിക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. MV ബാലകൃഷ്ണൻ മാസ്റ്ററേക്കാൾ 12,231 വോട്ടുകൾക്കാണ്